ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും ഫേമസ് ഉള്ള ഫുഡാണ് ഈ കടിപ്പക്കോട എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സോ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. കുറച്ച് ഓണിയനും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ അതുപോലെ കുറച്ച് ഇതിനകത്ത് എന്താ പറയണ്ടേ മറ്റേ ഉലുവ ഇല ഒക്കെ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാ നമ്മൾ ഉള്ളിയുടെ ബജ്ജി ഉണ്ടാക്കുന്ന പോലെ മസാല എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. സോ ഇത് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ അടുത്തൊരു പാനിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനകത്ത് കുറച്ച് ഉലുവയുടെ ഇലയും പിന്നെ മുളക് വറുത്തെടുക്കുവാണ് കേട്ടോ. ഇതിന് നല്ലൊരു വറുത്തെടുത്ത് പിന്നെ അടുത്തൊരു പാത്രത്തിന് കുറച്ച് തൈര്, കുറച്ച് മാവ്, അതിന് കുറച്ച് മസാല വേണ്ടയൊക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അത് അവസാനം ഇതുപോലെ തന്നെ അടുത്ത പാനിൻ്റെ അകത്ത് വെച്ചിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്തെടുക്കണം. പിന്നെ സമയം ആകുമ്പോൾ ഇത് എന്തുവാണ് ആട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ താഴെ പിടിക്കാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. പിന്നെ അടുത്ത പാനിൻ്റെ അകത്ത് നമുക്ക് പക്കോട റെഡി ആവുമായിരുന്നു. അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. സോ ഇതുപോലെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് തിരിച്ച് നല്ലൊരു വേവിച്ച ശേഷം എടുക്കാമല്ലോ. ഇനി കുറച്ച് അതുപോലെ നമ്മൾ കടി അങ്ങ് റെഡിയായി വന്നപ്പം നമ്മൾ ഉള്ള പക്കോട എല്ലാം ഇണ്ടാത്ത ഐറ്റംസ് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലപോലെ തെളിച്ചതിന് ശേഷം മാത്രം നമുക്ക് എടുക്കാവുള്ളൂ. അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. ഇതാണ് നമ്മൾ കടിപ്പക്കോട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയൊരു മമ്മി ഉണ്ടാക്കിയൊരു ഫുഡാണ് കേട്ടോ. നമുക്കിങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ ഫുഡ് കഴിക്കണം. ബൈ.